Hello, my dears. Let us move to the activities of unit number 4, Delightful Bites. So, this is a unit about food and sharing of food, is it? Here you can see a quote. Food is our common ground, a universal experience. So, what is the meaning of that? Food is powerful enough to influence friendships and relationships. It is language. ഫുഡ് ഈസ് എ ലാംഗ്വേജ് വി ഓൾ സ്പീക്ക് അല്ലേ. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ദേശഭാഷ ഭേദമന്യേ നമ്മളെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. സോ ലെറ്റ് us move to the activity. Activity 1, match the following. Draw lines to match the characters with their actions from the story. സോ നമുക്കിവിടെ 4 ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. യങ് ലേഡി, ദെൻ ഫാമർ, this is older woman, farmer, young lady and the traveler. So ഇവരെന്താണ് ചെയ്തത്? This older woman, she put the pot on the fire. This traveler put stone into the pot. Young lady brought carrots and this farmer bought chicken. Is it? Okay. This activity 2, it is as tasty as you could ever imagine, the traveler said. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇവിടെ വിട്ടിട്ടുള്ള അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്ലാങ്കിൽ വിട്ടിട്ടുള്ള വേർഡ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ചേർക്കണം. സോ ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ഡാഷ് ആസ് എ ജിറാഫ്. ജിറാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉയരത്തിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ടോൾ അല്ലേ. അപ്പോൾ സർക്കസിലുള്ള ആൾ ജിറാഫിനെ പോലെ ഉയരമുള്ള ആളാണ്. ദ ടീച്ചർ ഈസ് ഡാഷ് ആസ് എ ബി. ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും ബിസി വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. നെക്സ്റ്റ്, ദ വാട്ടർ ഫ്രം ദ വാട്ടർഫാൾ ഈസ് ആസ് ഡാഷ് ആസ് എ ക്രിസ്റ്റൽ. ഒരു സ്ഫടികം പോലെ. സ്ഫടികം നല്ല ക്ലിയർ ആണല്ലേ. അപ്പോൾ വാട്ടർഫാളിലുള്ള വാട്ടർ എങ്ങനെയാണ്? ക്ലിയർ ആസ് എ ക്രിസ്റ്റൽ. നെക്സ്റ്റ്, ദ കേക്ക് ഈസ് ഡാഷ് ആസ് ഐസ്. ഐസ് എങ്ങനെയാണ്? തണുത്തിട്ട്. അപ്പോൾ ഐസ് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്. നെക്സ്റ്റ്, ദ ടോർട്ടോയിസ് ഈസ് ഡാഷ് ആസ് എ സ്നെയിൽ. ഒച്ചിനെ പോലെ. ഒച്ച എങ്ങനെയാണ്? മെല്ലെപ്പോക്ക്. അപ്പോൾ സ്ലോ ആസ് എ സ്നെയിൽ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് പാസേജ്. റീറൈറ്റ് ദ പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ് വൺസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തതിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വേറെ വേർഡ്സ് കണ്ടുപിടിക്കണം. സോ വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് ദ വില്ലേജ്. സോ അറൈവ്ഡിനാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് പേജ് നമ്പർ 97 റീച്ച്ഡ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് കിട്ടും. He was very tired very tired, exhausted നമ്മൾ വായിച്ചിട്ടുണ്ട്. So that you can fill it here. After the long journey, he made stone soup with the help of an old woman and the villagers. The soup was delicious. Delicious എന്നുള്ളതിന് നമുക്കിവിടെ tasty എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a normal stone. അവിടെ നമുക്ക് ordinary എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ. Activity 4, it smells good, it tastes good. It smells good and tastes good. രണ്ട് സെൻറ്റൻസസിനെ ഒരേപോലെയുള്ള സെൻറ്റൻസസിന് നമുക്ക് എന്ത് ചെയ്യുക? യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് രണ്ടിടത്ത് വരാതെ ഒരിറ്റ് മായ്ച്ചിട്ട് ഫുൾ സ്റ്റോപ്പും കളഞ്ഞിട്ട് അവിടെ ആൻഡ് ചേർക്കാം. സോ നമുക്ക് എന്ത് ചേർക്കാം? ആൻഡ് അല്ലേ. സോ കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. അപ്പോൾ ആൻഡ് ചേർത്തിട്ട് പറയണം. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചേർക്കാം. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. നെക്സ്റ്റ്, a young traveler had been walking all day. He reached a small village. Second question, a young traveler had been walking all the day. He reached a small village. അപ്പോൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? A young traveler had been walking all the day and reached a small village. അല്ലേ. he reached എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? he എന്നുള്ളത് ഒഴിവാക്കാം. നെക്സ്റ്റ്, the soup is delicious. The soup is fulfilling. The soup is delicious and fulfilling. Next,
He drank the soup. He continued his journey. He drank the soup and continued his journey. Okay. നമ്മൾ ഹി എന്നുള്ളത് ഒഴിവാക്കി. നെക്സ്റ്റ്, ഹി വാസ് വെരി ഹംഗ്രി. ഹി വാസ് എക്സോസ്റ്റഡ്. ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ്. ആക്ടിവിറ്റി 5, റീഡ് ആൻഡ് എൻജോയ്. വായിച്ചാസ്വദിക്കാം. റീഡ് ദി സ്റ്റോറി ഓഫ് അന്നാസ് ഫൺ സമ്മർ അഡ്വെഞ്ചർ വിത്ത് ചെറീസ്. ഇതൊരു റീബൽ സ്റ്റോറിയാണ്, അതായത് സ്റ്റോറി വിത്ത് പിക്ചേഴ്സ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇത് നമ്മളൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി തന്ന ഒരു സാധാ സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിക്കാം. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹർ റൂം. ഹർ ഫാദർ came home with a car full of cherries. Hannah's parents took the cherries out of the car and put them in the refrigerator. Okay. Hannah decided to build a cherry house by putting the cherries together on the floor. Then she took cherries and made earrings for herself. She saw a flower pot, a plant pot by the window. She brought the cherries and hung them on its leaves. The plant in the pot was so beautiful that Anna brought a camera and take a photo. Anna distributed the cherries to all her neighbors. The neighbors gifted different fruits to Anna. Now Hannah's refrigerator was full of different delicious fruit. So this is a small story just to read and enjoy. എന്ന് വായിച്ചാസ്വദിക്കാൻ തന്നതാണ്. Activity 6, I have chicken, said an old farmer. Now look at the pictures below. I am Nita. I have a tricycle. This is my friend Mia. She has a puppy. This is Paul. He has a camera. We are friends. We have flowers. They are cousins. They have books in their hands. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ നമ്മൾ ഈസ് എന്ന് പറയും. നമ്മൾ സ്വന്തം കാര്യമാണെങ്കിൽ ആം എന്ന് പറയും. ഇനി നമുക്ക് 2 പേരുണ്ടെങ്കിൽ ആറ് പറയും. പിന്നെ ഒരാൾ ഒറ്റക്കാണെങ്കിൽ മീൻസ് ഷീ ഹി ഷീൻ്റെ കൂടെയാണെങ്കിൽ ഹാസ് വരും. ഐയുടെ കൂടെ ഹാവ് വരും. ദേയുടെ കൂടെ ഹാവ് വരും. ബിയുടെ കൂടെയും ഹാവ് വരും. അപ്പോൾ ഇവിടെ ഐ യു ദേ ബിക്ക് എസ് ഉള്ള വേർഡ് ഹാസ് എസ് ഉള്ള വേർഡ് വരും. ഹി ഷീ ഇറ്റിന് എസ് ഇല്ലാത്ത വേർഡ് മീൻസ് ഹാവ് വരും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഓക്കെ. ഐ യു ദേ വിക്ക് എസ് ഇല്ല. ഹി ഷീ ഇറ്റിന് എസ് ഉണ്ട്. ഓക്കെ. എന്നാൽ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജസ് വിത്ത് ഹാവ് ആൻഡ് ഹാസ്. ഐ വരുമ്പോൾ ഹാവ്. സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവറി ഡേ. We ആവുമ്പോൾ have to play active games to make our bodies strong. My friend Mia ഒരാളാണ്, അപ്പോൾ ഷീ ആണ് എസ്. has a superpower because she drinks lots of water. My brother Paul has അല്ലേ പാൾ ഒരാളാണ്, has a good habit of going to bed early. They എന്ന് പറയുമ്പോൾ 2 ആളുണ്ട്. have found that these healthy choices make us feel great and strong. So ഹാസും ഹാവും ആവശ്യമുള്ളിടത്ത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, അഡ്വർടൈസ്മെൻറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ബിലോ. JSR ഫുഡ് ഷോപ്പ് for all types of fresh fruits, fresh and delicious. ഷോപ്പ് നമ്പർ 12, മാർക്കറ്റ് റോഡ്, പാലക്കാട് ടൗൺ. അപ്പോൾ ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്. നൗ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിരിക്കുന്നത് ദ വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഷെയർ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. അതുകൊണ്ട് തന്നെ അവർ വില്ലേജിൻ്റെ കോർണറിൽ ഒരു ഫ്രീ ഫുഡ് കോർണർ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ദേ വാണ്ടഡ് എവ്രി വൺ ടു നോ അബൌട്ട് ഇറ്റ്. അവർ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. അപ്പോൾ ഇതിന് വേണ്ട ഒരു പരസ്യം നിങ്ങൾ തയ്യാറാക്കണം. ഫ്രീ ആണ് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. പ്രിപ്പയർ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ സെയിം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റും തയ്യാറാക്കണം. സോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലേ ഔട്ട് ആൻഡ് ഡിസൈന്, പിന്നെ അതിനൊരു ടൈറ്റിൽ വേണം, നെയിം ഓഫ് ദ ഐറ്റം, പിന്നെ ക്ലിയർ സിമ്പിൾ ലാംഗ്വേജ് ദാറ്റ് അപ്പീൽ ദ
ടു ദ കസ്റ്റമറിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗങ്ങൾ വേണം, കണ്ടൻറ് ബോഡി വേണം, ഡീറ്റെയിൽസ് വേണം, ഷോർട്ട് ആൻഡ് കണ്ടെയ്ൻസ് എസെൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റൂ. ഒരു സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് ഇതാ, നമുക്ക് ഫ്രീ ഫുഡ് കോർണർ, മോമോ വില്ലേജ്, പിന്നെ അതിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ കൊടുക്കാം. ഓപ്പണിംഗ് ഷോർട്ട്ലി, പിന്നെ നമുക്കതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ചെറിയൊരു കോട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുമായിരിക്കണം നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഞാനൊരു സാമ്പിൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കത് നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, പോസ്റ്ററിൽ ഉള്ളതിൻ്റെ കൂടെ ഡേറ്റ് ആൻഡ് ടൈമും കൂടെ ആഡ് ചെയ്യണം ഈ ഒരു പരസ്യം വരുന്ന സമയത്ത്. ഓക്കെ, നൗ ലെറ്റ് us make a cake. Do you know how to make a cake? Here are the steps to make a cake. Observe the pictures and write the steps in correct order to make a delicious cake. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഫസ്റ്റ് ഏതാണ് വരേണ്ടത് അങ്ങനെ സ്റ്റെപ്പ് കറക്റ്റ് ആക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നത് ഏതാണ്, യെസ് ഇത് അല്ലേ. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക. ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. ദെൻ നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, അത്രയും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്ലോർ മിക്സ് ചെയ്തിട്ട് വെക്കണം. ഫസ്റ്റ് ഇതാ മിക്സ് ദ ഫ്ലോർ, ദെൻ ആഡ് എഗ്സ്, മുട്ട ആഡ് ചെയ്യും. അപ്പോൾ ഇതൊരു മിക്സ്ചറായി മാറി. അതിനകത്തോട്ട് ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. അതിനകത്തോട്ട് നമ്മൾ ഷുഗറും ബട്ടറൊക്കെ ആഡ് ചെയ്തു. ദെൻ pour out the dough. ഈ ഡോ ഇതിനെ നമ്മൾ ഡോ എന്നാണ് പറയുക. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാത്രത്തിലോട്ട് ഒഴിക്കും. ദെൻ ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ, നമ്മളത് ഓവനിൽ വെക്കും. ദെൻ ഡെക്കറേറ്റ് ദ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, നൗ ആക്ടിവിറ്റി 9, unscramble the letters to find the words from the story. സ്റ്റോറിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് അൺസ്ക്രാമ്പിൾ അതിന് കറക്റ്റ് ഓർഡറിൽ എഴുതണം. സോ ദിസ് ഈസ് സ്മോൾ, ദിസ് ഈസ് കോട്ടേജ്, ദിസ് ഈസ് നത്തിങ്, ദിസ് ഈസ് ട്യൂൺ, ദിസ് ഈസ് ഹമ്മഡ്, ദിസ് ഈസ് ഡെലീഷ്യസ്, ഒനിയൻ, യങ്, ദെൻ പോക്കറ്റ്. Now select the letters found in the red boxes and write them in the box given below. ഇവിടെ കൊടുത്തിരിക്കുന്ന റെഡ് ബോക്സിലുള്ള അക്ഷരങ്ങളൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യെസ്, സ്റ്റോൺസ് സൂപ്പ് എന്നുള്ള വേർഡ് കിട്ടും. നൗ ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ബി ഹാപ്പി. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുവേ. വാട്ട് ഡു യു ഡു ടു സ്റ്റേ ഹെൽത്തി? ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? നൗ ലെറ്റ് us read a poem about being healthy and clean. ഹെൽത്തി ആൻഡ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പോം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബീയിങ് ഹെൽത്തി, ആരോഗ്യത്തോടെ ഇരിക്കാൻ. മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. മോം പറയുക ഞാൻ ബ്രഷ് ചെയ്യണം. എപ്പോഴാണ്? മോർണിംഗ് ആൻഡ് നൈറ്റിലൊക്കെ ചെയ്യണം. ദേ ലുക്ക് ആൻഡ് ടേസ്റ്റ് മച്ച് ബെറ്റർ ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ്. എനിക്കത് ഇഷ്ടമൊന്നുമല്ല, ഐ ഹേറ്റ് ഇറ്റ്, എനിക്കത് ഇഷ്ടമല്ല. ആക്ച്വലി ഷീ ഈസ് റൈറ്റ്, അവർ പറയുന്നത് കറക്റ്റാണ്. ഡാഡ് സേസ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത്. ഡാഡ് എന്താ പറയുക, എപ്പോഴും ബാത്ത് ചെയ്യണം. ആൻഡ് വാഷ് മൈ ബോഡി വെൽ, നന്നായിട്ട് ബോഡിയൊക്കെ വാഷ് ചെയ്യണം. ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ് ബട്ട് നൗ ഹീ ഈസ് റൈറ്റ് ആസ് വെൽ. അങ്ങനെ ചെയ്താൽ നല്ല ഫ്രഷൊക്കെ ആയി തോന്നും. ആൻഡ് ആക്ച്വലി ഡാഡ് ഈസ് റൈറ്റ്, അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. മൈ ബ്രദർ സേസ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. ഞാൻ എൻ്റെ കൈകളൊക്കെ എപ്പോഴും കഴുകണമെന്ന് പറയാറുണ്ട്. ഹിസ് റൈറ്റ് മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ് വിത്തൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ട് തന്നെ ചേട്ടൻ പറയുന്നത് ശരിയാണ്, എൻ്റെ ഫിംഗേഴ്സിൻ്റെ ഇടയിലൊന്നും എപ്പോഴും എന്തില്ല, കച്ചറകളൊന്നും ഇല്ല. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എപ്പോഴും പച്ചക്കറികളൊക്കെ കഴിക്കണമെന്ന് പറയും. ഷീ ഈസ് റൈറ്റ്, ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. ആക്ച്വലി ചേച്ചി പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. കാരണം അങ്ങനെ കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് ഓടാനോ ചാടാനൊക്കെ കഴിയാറുണ്ട്. സോ ഗില്ലിയൻ ക്രാഗിൻ്റെ ഒരു പോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ ലെറ്റ് us എക്സ്പ്ലോർ ദ പോം ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഹെൽത്തി ഹാബിറ്റ് ഡസ് ഈച്ച് ഫാമിലി മെമ്പർ ഇൻ ദ പോം സജസ്റ്റ്? ഓരോരുത്തരും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മോം എന്താ പറയുന്നത്? ബ്രഷ് യുവർ ടീത്ത് മോർണിംഗ് ആൻഡ് നൈറ്റ്. ഡാഡ് ബാത്ത് എവറി ഡേ ആൻഡ് ക്ലീൻ ബോഡി വെൽ. Brother, wash hands and keep them clean. Sister, eat some vegetables every day. Now, what are the healthy habits mentioned in the poem? Brush the teeth, take a bath, wash the hands, eat some vegetables. രണ്ടും സെയിം തന്നെയാണ്.
Now read the following lines. My sister says I have to eat some vegetables each day. She's right. I have more energy to run and walk and play. അപ്പോൾ പോകത്തിലുള്ള 4 വരികൾ കൊടുത്തിട്ടുണ്ട്. Now add 4 lines in the space given below. അപ്പോൾ ഫ്രണ്ട് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈൻസ് ആഡ് ചെയ്യണം. ഞാനിവിടെ സ്ലീപ്പ് എന്നുള്ള ഒരു സംഭവമാണ് എടുക്കുന്നത്. മറ്റുള്ള ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു സ്ലീപ്പ് വെൽ. നന്നായി ഉറങ്ങണം. ഫോർ 8 hours എവറി ഡേ, 8 മണിക്കൂറോളം. ഷീസ് റൈറ്റ് മൈ ബോഡി ഗെറ്റ് റിലാക്സ്ഡ്. അവൾ പറയുന്നത് കറക്റ്റാണ്. അങ്ങനെ ചെയ്താൽ എൻ്റെ ബോഡി റിലാക്സും റീചാർജുമായിട്ട് നിൽക്കാറുണ്ട്. നിങ്ങൾക്ക് വേറെ ലൈൻസും ഇതുപോലെ ആഡ് ചെയ്യാം. കണ്ടോ, മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഹീസ് റൈറ്റ് മേക്സ് മീ മോർ ഹെൽത്തി ടു വർക്ക് അറ്റ് ജംപ്. അപ്പോൾ ഇങ്ങനെ ഇതാ, മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു കട്ട് മൈ നെയിൽസ് ഇൻ വൺസ് ഇൻ എ വീക്ക്. അപ്പം നഖം മുറിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ക്ലോത്ത്സ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കളർ ദ ഹെൽത്തി ഫുഡ് ഐറ്റംസ്. Then list the healthy food and unhealthy food in the space given below. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഹെൽത്തി ഫുഡിനും നോൺ ഹെൽത്തി ഫുഡിനും കളർ ചെയ്യണം. ഹെൽത്തി ഫുഡിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കളർ ചെയ്യാം. യെസ്, ദിസ് വൺ. ദെൻ ആപ്പിൾ, ഹിയർ യു ക്യാൻ സീ ലെറ്റ്യൂസ്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് കളർ ചെയ്യാം. ദിസ് മേ ബി ഇത് ജിലേബിയാണോ നൂൽപുട്ടാണോ എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. വാട്ട് യു വാണ്ട് ടു ഡു? ഇവിടെ ഹെൽത്തി ഫുഡ്സിൻ്റെ പേരും അൺഹെൽത്തി ഫുഡ്സിൻ്റെ പേരും ആഡ് ചെയ്യണം. ഉപ്പുമ, ഇഡ്ഡലി, ദോശ, സ്റ്റീംഡ് കേക്ക്, ഉണ്ണിയപ്പം, ഇതൊക്കെ നമുക്ക് ഹെൽത്തി ഫുഡായിട്ട് ആഡ് ചെയ്യാം. അൺഹെൽത്തി ഫുഡ് ബർഗർ, പിസ്സ, പൊറോട്ട, ഷവർമ, നഗറ്റ്സ്, ഇതൊക്കെ അൺഹെൽത്തി ഫുഡിൽ ആഡ് ചെയ്യാം. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ബ്രിങ് എ വെറൈറ്റി ഓഫ് ഹോംലി ഫുഡ് ഐറ്റംസ് ആൻഡ് കണ്ടക്ട് എ നാടൻ ഭക്ഷണമേള, എത്നിക് ഫുഡ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. Prepare the recipe and share with the visitors. Collect the pictures of various food items and prepare an album. നിങ്ങൾക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ അപ്പാണ്യം അതുപോലെ പലഹാരമേളയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് നടത്താവുന്ന ഒരു പ്രോഗ്രാമാണിത്. ഒരു നാടൻ ഭക്ഷ്യമേള കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഷെയർ ചെയ്യാം. വിസിറ്റേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദാറ്റ് യു ക്യാൻ ഡു. നൗ The Runaway Pancake ഒരു സ്റ്റോറിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ എന്തോ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അമ്മ പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഫാദർ ആൻഡ് സോ മെനി ചിൽഡ്രൻ ആർ ഹിയർ. സോ ലെറ്റ് us read. I think everyone will love it. I will eat it first. It will be delicious. Mom, I want this. Mom, you are making my favorite dish. It looks so crispy. നല്ല കരികരിപ്പ് തോന്നുന്നുണ്ട്. ക്രിസ്പി ആണ് കരികരിപ്പ്. സോ ഇതെല്ലാം ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയാണ്. സോ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ റണ്ണവേ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയ പാൻ കേക്കിൻ്റെ കഥയാണ്. അപ്പോൾ പാൻ കേക്ക് ഓടുമായിരിക്കും. ഓൾ ഓഫ് എ സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? പാൻ കേക്ക് പാനിൻ്റെ പുറത്തോട്ട് ചാടി. ഓ, ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. പാൻ കേക്ക് ചാടിപ്പോയി. സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്ക്. ഓക്കെ, ഐ വിൽ ക്യാച്ച് ഇറ്റ്, ഞാൻ അതിനെ പിടിക്കാം. ആൻഡ് ദിസ് പാൻ കേക്ക് ലെഫ്റ്റ് ദ ഹൗസ്. ഹെൽപ്പ് എന്നെ സഹായിക്കേ. സ്റ്റോപ്പ് ദ, വൈ ആർ യു റണ്ണിങ്? എന്തിനാ നീ ഓടുന്നേ? ദ 7 children, ദ ഫാദർ ആൻഡ് ദ മദർ ആർ ഫോളോയിങ് മീ. 7 പിള്ളേരും അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഓടിക്കുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻ കേക്ക് പറ്റുന്നത്ര സ്പീഡിൽ ഓടാൻ തുടങ്ങി. ദ 7 children, ദ ഫാദർ, മദർ ആൻഡ് പെറ്റ് ഡോഗ് ഫോളോഡ് ഇറ്റ്. അപ്പോൾ 7 ആളും ഫാദറും മദറും പെറ്റ് ഡോഗൊക്കെ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹേയ്, വൈ ആർ യു റണ്ണിങ്? നീ എന്തിനാ ഓടുന്നേ? ദ 7 children, ദ ഫാദർ, മദർ ആൻഡ് പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ. അപ്പോൾ പാൻ കേക്ക് പറഞ്ഞു, സ്റ്റോപ്പ് ദെയർ. The pancake ran as fast as it could. The 7 children, the father, mother, pet dog and the cat followed it. So finally all are following. Now he met a goat. Then God is asking, hello friend, what happened? Then this pancake is telling, the 7 children, the father, mother, pet dog and cat are going to eat me. Hey, stop there. The pancake ran as fast as it could. The 7 children, the father, mother, pet dog, cat and God followed it. അങ്ങനെ എല്ലാവരും അവൻ്റെ പിന്നാലെ ഓടാണ്. Why are you running? The 7 children. അപ്പോൾ പാൻകേക്ക് എന്ത് പറഞ്ഞു? The 7 children, the father, mother, pet dog, cat and goat are going to catch me. അവരെല്ലാവരും എന്നെ പിടിക്കാൻ ഓടാ. Can you give me a place to hide in? എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കുമോ എന്ന് ചോദിച്ചു.
സോ വാട്ട് ഹാപ്പൻഡ്? ഹി ഏറ്റ് ദ പാൻ കേക്ക്. യമ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ തിന്നു. കണ്ടോ, അതിന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഓ ഇറ്റ്സ് ഗോൺ. എല്ലാവരും കൂടെ എന്ത് പറഞ്ഞു? അയ്യോ അത് പോയി. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി. നല്ല രസമുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. പിക്ചർ സ്റ്റോറി കാർഡ്. അപ്പോൾ നമുക്ക് പിക്ചർ സ്റ്റോറി കാർഡ് വായിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറി നമ്മൾ മുമ്പ് ചെയ്ത പോലത്തത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് അതിന് മാച്ച് ചെയ്യുന്ന ഡയലോഗ്സ് എഴുതുക, കഥക്ക് ഒരു പേര് കൊടുക്കുക. സോ സ്റ്റോറിക്ക് നെയിം എ വാല്യുബിൾ ട്രഷർ. Milan was getting ready for the school. His mom was packing his lunch. So Milan is going to school and his mother is packing his lunch. He walked to the school carrying his school bag and lunch bag. അവൻ സ്കൂൾ ബാഗും ലഞ്ച് ബാഗും എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വഴിയിലൊരു കാഴ്ച കണ്ടു. സോ വാട്ട് വാസ് ദാറ്റ്? On the way, he happened to see a father and a daughter. They were sitting under a tree. The girl was crying with hunger. Her father was consoling her. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് അവനൊരു കാഴ്ച ഉണ്ട്. എന്താണ്? അവന് വേണ്ടി കരയുന്ന കാഴ്ചയാണ് കണ്ടത്. സോ വാട്ട് ഡിഡ് ഹി ഡു? മിലാൻ ഗേവ് ഹിസ് ലഞ്ച് ടു ദാറ്റ് ഗേൾ. മിലാൻ അവൻ്റെ ഫുഡ് ആ പെൺകുട്ടിക്ക് കൊടുത്തു. Then she began to have the food. Her father became very happy. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു. അച്ഛന് സന്തോഷമായി. When he reached home, he told everything to his mother. His mother told him to bring them home the next day to give food. അവൻ വീട്ടിൽ പോയത് പറഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? നെക്സ്റ്റ് ഡേ അവരെ കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. The next day, Milan invited the girl and her father to his house. മിലാൻ നെക്സ്റ്റ് ഡേ അവരെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുപോയി. Milan's father and mother received them with great joy and provided them food. അങ്ങനെ മിലാൻ്റെ അച്ഛനും അമ്മയൊക്കെ അവർ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്തു. സോ എനിവേ ദിസ് ഈസ് എ നൈസ് ലെസൺ ആൻഡ് വെരി യമ്മി ലെസൺ അല്ല, നല്ല ടേസ്റ്റുള്ളൊരു ലെസൺ ആയിരുന്നു. നല്ല മനസ്സും ഒക്കെ നമ്മളെ തണുപ്പിക്കുന്ന, നമ്മുടെ വിശപ്പൊക്കെ തീർക്കുന്ന ഒരു ലെസൺ. എനിവേ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ലെസൺ. സീ യു വിത്ത് ദ നെക്സ്റ്റ് യൂണിറ്റ് activities and videos. Till then, bye bye and take care.